ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ LIC ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ഇത് ആക്ച്വലി ഒരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഒരു ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ലൈഫ് ടൈം ഫ്രീ നോക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉള്ളതാണ്. നമ്മുടെ നിയോ കാർഡും അതുപോലെ തന്നെ LIC ആക്സിസ് ബാങ്ക് കാർഡും. പക്ഷേ നിയോ കാർഡിനായിട്ടും അപ്രൂവൽ റേറ്റ് ഇപ്പോൾ കൂടുതൽ വരുന്നത് LIC കാർഡിനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളൊരു LIC പ്രീമിയം അടയ്ക്കുന്നുണ്ടെങ്കിൽ ഈ കാർഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. അപ്പോൾ ഞാനും ആക്ച്വലി ഈ കാർഡ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ നമ്പർ ഫ്രണ്ടില്ല, അപ്പോൾ അതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ നമ്മുടെ മെയിൻ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പേര് എൻ്റെ പേര് വരുന്നത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാൻ കണ്ടോ. അപ്പോൾ ഇതാണ് ആ കാർഡ് വരുന്നത്. വിസ പ്ലാറ്റ്ഫോമിൽ വരുന്ന കാർഡാണ്. വിസ സിഗ്നേച്ചർ പ്ലാറ്റ്ഫോമിൽ വരുന്ന കാർഡാണ്. പറഞ്ഞ പോലെ തന്നെ ജോയിന്റ് ഫീസും ആനുവൽ ഫീസും ഒന്നും ഇല്ല, ഫ്രീ കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രൈമറി കാർഡ് എടുത്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ആവശ്യമുള്ള രണ്ട് കാർഡ് കൂടി എക്സ്ട്രാ വേണമെങ്കിൽ വേണമെങ്കിൽ ആക്സിസ് ബാങ്ക് എടുക്കാൻ പറ്റുന്നത് വെച്ചാൽ ഒരാൾക്ക് മാക്സിമം ആക്സിസ് ബാങ്ക് കൊടുക്കുന്നത് 3 കാർഡുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാർഡ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ കാർഡ് മൂന്നാമത്തെ കാർഡ് കിട്ടാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇതിന്റെ ജസ്റ്റ് ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. വലിയ കാര്യമായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ ഫീച്ചേഴ്സും സംഭവമൊന്നും ഇല്ല. പക്ഷെ എന്താ പറയുക, ലൈഫ് ടൈം ഫ്രീ കാർഡിന്റെ സൈഡിൽ നോക്കുമ്പോൾ അത്യാവശ്യം കയ്യിൽ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെ വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ചാർജുകളോ ആനുവൽ ചാർജോ സംഭവമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതിന്റെ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഇൻഷുറൻസ് പേയ്മെന്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഷോപ്പിംഗിന് നമുക്ക് ഉപയോഗിക്കാം. റിവാർഡ് കാറ്റഗറി വരുന്നത് റിവാർഡ് പോയിന്റ്സ് ആണ്. അതുപോലെ തന്നെ വെൽക്കം ഗിഫ്റ്റ് സംഭവമൊന്നും ഇല്ല, ഫ്രീ കാർഡ് ആണല്ലോ. നമുക്ക് റിവാർഡ് റേറ്റ് നോക്കി കഴിഞ്ഞാൽ 2 റിവാർഡ് പോയിന്റ് ഫോർ എവരി 100 rupees സ്പെൻഡ് ആണ് LIC പ്രീമിയം ആണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്പെൻസിന് നമുക്ക് പോയിന്റ് കിട്ടുന്നുണ്ട്. പിന്നെ 1 റിവാർഡ് പോയിന്റ് ആണ് ഫോർ എവരി 100 rupees ബാക്കിയുള്ള അതർ സ്പെൻസിന് കിട്ടാം. അപ്പൊ നമുക്ക് ഈ പോയിന്റ്സ് നമുക്ക് വേണമെങ്കിൽ LIC നമുക്ക് എന്താ പറയുക, റിഡീം ദ റിവാർഡ് പോയിന്റ് അക്യുമുലേറ്റഡ് ഓൺ LIC പ്ലാറ്റിനം കാർഡ് അഗെയിൻസ്റ്റ് റിവാർഡ് കാറ്റലോഗ് ആസ് പെർ ദ കൺവേർഷൻ. നമുക്കത് റിവാർഡ് റിഡീം ചെയ്യാം. നമുക്ക് ഇവരുടെ സൈറ്റിൽ പോയിട്ട് ആക്സിസ് ബാങ്ക് ടു സൈറ്റിൽ പോയിട്ട് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ആക്സിഡന്റൽ ഇൻഷുറൻസ് വർത്ത് ₹3 lakh നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എയർ ആക്സിഡന്റൽ ഇൻഷുറൻസ് വർത്ത് ₹1 crore ഇതിനോട് കിട്ടുന്നുണ്ട്. ലോഞ്ചസോ സംഭവമൊന്നുമില്ല. അത് തന്നെ പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 3.5% സെയിം തന്നെയാണ്. റിവാർഡ് റിഡംഷൻ ഫീസ് വരുന്നത് ₹30 പെർ റിഡംഷൻ റിക്വസ്റ്റിന് വരുന്നത്. ഫോറിൻ കറൻസി മാർക്കറ്റ് ചാർജ് വരുന്നത് 3.5%. ക്യാഷ് അഡ്വാൻസ് ചാർജ് വരുന്നത് 2.5%. അതായത് ATM ഉപയോഗിക്കുമ്പോൾ 1% ഫ്യൂൽ സർചാർജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ EMI ട്രാൻസാക്ഷൻ ഒക്കെ സംഭവത്തുണ്ട്. നമുക്ക് ഇത് 2500 മുകളിലുള്ള ഏത് ഓൺലൈൻ ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ നമുക്ക് EMI കൺവേർട്ട് ചെയ്യാം. എക്സെപ്റ്റ് ഫ്യൂവൽ ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ നമുക്ക് ജ്വല്ലറി, റൺ പേയ്മെന്റ് ഇതൊക്കെ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് EMI കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയാ, പെട്ടെന്നൊരു ആക്സിഡന്റ് നിങ്ങൾക്ക് നോർമലി ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ അപ്രൂവ് ആകാൻ കുറച്ച് പാടാണ്. ജീവന്മാരുടെ പോളിസീസ് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്, അവർക്ക് തന്നെ അറിയില്ല വേറെ കാര്യം. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് നോർമലി അവരുടെ കാർഡുകളൊക്കെ ഏതൊക്കെയാണ് നോക്കുമ്പോൾ എന്താ പറയുക, നിയോ കാർഡ്, അതുപോലെ തന്നെ ഇപ്പോൾ ഐസ് കാർഡ്, അതൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള കാർഡുകളാണ്. ഇപ്പോൾ LIC കാർഡ് എന്ന് പറയുന്നത് വലിയ ഡിമാൻഡ് ഇല്ലാത്ത കാർഡാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അപ്രൂവൽ റേറ്റും കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ എന്താ പറയുക ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ സെറ്റപ്പിന്റെ റെഫർ ലിങ്ക് നമ്മുടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി അടിക്കും. ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് അപ്രൂവൽ റേറ്റ് കുറവാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നോർമലി ഇതുപോലെ തന്നെ റെഫർ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇൻകം പ്രൂഫ് ഇല്ലാണ്ട് കിട്ടാനുള്ള ചാൻസും കൂടുതലായിരിക്കും. മറക്കണ്ട. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ചാക്കൊടുത്തൊക്കെ മറക്കണ്ട. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും ടെലിഗ്രാം ചാനൽ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്തൊരു പോയി കണ്ടു നോക്കുക. GHH വേൾഡ് എന്നാണ് ചാനലിന്റെ പേര്. നിങ്ങൾക്ക് അതിൽ ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, അതുപോലെ തന്നെ ഗാഡ്ജറ്റ് കമ്പാരിസൺ, അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.